നമസ്കാരം, ഏവർക്കും എഴുത്താണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 തവണയായിട്ട് നമ്മുടെ എഴുത്താണ് യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള വീഡിയോസ് ആയിരുന്നു സെക്കൻഡറി സ്കൂൾ സിസ്റ്റം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതായത് ഇനിയൊരു HSA എക്സാം ഉണ്ടാകുമോ, HSAയുടെ യോഗ്യത എന്ന് പറയുന്ന ബിരുദവും കേറ്ററ്റും തുടങ്ങിയ യോഗ്യതകളായിരുന്നു. അപ്പോൾ സെക്കൻഡറി സ്കൂൾ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ PG ആണ് യോഗ്യതയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ B.Edഉം അധ്യാപക ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെക്കൻഡറി സ്കൂൾ സിസ്റ്റം നടപ്പിലാക്കുന്നത് എന്നാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ പത്രവാർത്ത, അതായത് 2024 ജൂലൈ 25 മാതൃഭൂമി പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വീഡിയോസിലെല്ലാം തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡറി സിസ്റ്റം നടപ്പിലാക്കുന്നത് 2030 മുതലാണോ അതിന് മുമ്പായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നമ്മൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ചെയ്ത വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞു നമ്മൾ തെറ്റായൊരു വിവരമാണ് നൽകുന്നത്, മറ്റ് ചാനലുകളോ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം യൂട്യൂബിൽ നമ്മളാണ് ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ആദ്യമായിട്ട് ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതും ഞങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വാർത്താ കുറിപ്പ് തന്നെ 2024 ജൂലൈ 25 മാതൃഭൂമി പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കൂൾ ഏകീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയില്ല ഇനി വരാൻ പോകുന്ന HSA, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2025 HSA എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ HSAയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള യോഗ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ എന്താകുമെന്നുള്ളതും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാവുന്നതാണ്. ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ബിരുദവും B.Edഉം പ്രൊഫഷണൽ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക പരത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അപ്പം അവർക്ക് വേണ്ടി ക്കുകയാണെങ്കിൽ അപ്പോൾ യോഗ്യതാ മാറ്റവും എന്നു മുതലാണ് നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭാ പരിഗണനയിലേക്ക് വരേണ്ട വിഷയം തന്നെയാണ്. അപ്പം യോഗ്യതാ മാറ്റം ഇപ്പോൾ ഉടനെ തന്നെ നടപ്പിലാക്കണമോ അല്ലെങ്കിൽ ഒരു അവസരം കൂടി നൽകണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും ഒന്നാവും എന്നാണ് ഹെഡിങ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പിനിടയിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂൾ ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വേർതിരിവില്ലാതെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഒറ്റ യൂണിറ്റാക്കി മാറ്റാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വന്നു. സ്കൂൾ ഏകീകരണത്തിനുള്ള മന്ത്രിസഭാ കുറിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയിരുന്നെങ്കിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് മന്ത്രിസഭാ അംഗങ്ങൾക്ക് ലഭിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു. റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ സമയം വേണമെന്ന ആവശ്യം ഉയർന്നതിനാൽ ഏകീകരണത്തിലെ ചർച്ച മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് മാറ്റി. സ്കൂൾ സമയം ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാദ ഭാഗം ഒഴിവാക്കി ഏകീകരണം നടപ്പിലാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുത്തിയുള്ള സെക്കൻഡറിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ഘടന. ഈ ഘടനയിലേക്ക് കേരളം ഇതുവരെ മാറിയിട്ടില്ല. 8 മുതൽ 10 വരെ ഹൈസ്കൂളും തുടർന്ന് ഹയർ സെക്കൻഡറിയും എന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഘടന. 8 മുതൽ +2 വരെ ഒറ്റ യൂണിറ്റായി മാറുന്നതോടെ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ ഹൈസ്കൂളിലും പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഈ തസ്തിക വെട്ടിച്ചുരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആക്ഷേപം. രാവിലെ 8-നോ 8:30-കോ സ്കൂൾ തുടങ്ങാമെന്ന ശുപാർശയ്ക്കെതിരെ സമുദായ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. മദ്രസ പഠനത്തെ ബാധിക്കുമെന്നാണ് ഉയർന്നിട്ടുള്ള ആശങ്ക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.